നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ പരിധി വിട്ട് വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നബിദിന ആഘോഷം അത് നസാറാക്കളുടെ ആഘോഷത്തിന് സാദൃശ്യപ്പെടുന്ന കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നബിദിന ആഘോഷത്തിനെ മൗലിദുൻ നബി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. മാ യുഹ്ദിസുഹു ബഅദുൻ നാസ് ഇമ്മാ മുബാഹാത്തുൻ ലിന്നസാറ ഫീ മീലാദി ഈസാ വ ഇമ്മാ മഹബ്ബത്തുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു. ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഒന്നെങ്കിൽ നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് സാദൃശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്താൻ പുകഴ്ത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന മീലാദുൻ നബി മിൻ ഇത്തിഖാദി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ മഅ ഇഖ്തിലാഫിൻ നാസി ബിമൗലിദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ തന്നെ ഒരു ദിവസം അവർ തെരഞ്ഞെടുത്തുകൊണ്ട് അതൊരു ആഘോഷമാക്കി അവർ കൊണ്ടു നടക്കുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇന്ന ഹാദാ ലം യഫ്അൽഹു അസ്സലഫ് മഅ ഖിയാമിൽ മുഖ്തദാ ലഹു വഅദമിൽ മാനിഅ. ഈ കാര്യം, ഈ നബിദിന ആഘോഷം മൗലിദിൻ നബി, ആ ആഘോഷം സലഫുകൾ ചെയ്തിട്ടില്ല, മുൻഗാമികൾ പ്രവർത്തിച്ചിട്ടില്ല. അവർക്കത് ചെയ്യാനുള്ള ആവശ്യകത ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു. അത് തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം തടയുന്നതിന് വേറൊരു കാരണവുമില്ല. എന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണെങ്കിൽ എന്നിട്ട് പോലും അവർ ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാണ്, വലൗ കാന ഖൈറൻ, അതെങ്ങാനും നന്മയായിരുന്നെങ്കിൽ, ഖൈറൻ മഹ്ബൻ ഔ റാജിഹൻ, അത് നന്മയായിരുന്നെങ്കിൽ, അത് പ്രബലമായ ഒരു അഭിപ്രായമായിരുന്നെങ്കിൽ, കാന സലഫു അഹഖു ബിഹി മിന്നാ, സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അവരിത് ആദ്യം ചെയ്യുമായിരുന്നു. അതേ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദീനിൽ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടറിവ് പോലുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ ഇതിനെക്കുറിച്ച് ഒരറിവ് പോലും അവർക്കുണ്ടായിട്ടില്ല. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ചത്. സ്വന്തം ജീവനേക്കാളും, സ്വന്തം സ്വത്തിനേക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം മാതാപിതാക്കളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ആ സ്വഹാബികൾക്കോ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങൾക്കോ തബ് താബിഈങ്ങൾക്കോ കേട്ടറിവ് പോലും ഇല്ലാത്ത ഒരു കർമ്മം അതെങ്ങനെയാണ് ഇബാദത്തായി ദീനിൽ സ്ഥിരപ്പെടുക? അങ്ങനെ ഒന്നും ഉണ്ടാകണമായിരുന്നെങ്കിൽ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാകുമായിരുന്നെങ്കിൽ, അത് നല്ല ഒരു കർമ്മമാകുമായിരുന്നെങ്കിൽ അവരതിന് മുന്നിടുമായിരുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്നഹും കാനൂ അശദ്ദ മഹബ്ബതൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅദീമൻ ലഹു മിന്നാ. അവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മേക്കാൾ സ്നേഹിച്ചവർ, നമ്മേക്കാൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവർ. വഹും അലൽ ഖൈർ അഹ്റസ്, അവർ നന്മയിലേക്ക് ഏറ്റവും താല്പര്യപ്പെട്ടവരായിരുന്നു. അവരാണ് നന്മയിലേക്ക് മുൻഗണനവർ. വഇന്നമാ കാനത് മഹബ്ബതുഹു വതഅദീമുഹു ഫീ മുതാബഅതിഹി വതാഅതിഹി വഇത്തിബാഇ അംരിഹി വഇഹ്യാഇ സുന്നതിഹി ളാഹിറൻ വബാതിനൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലും അനുസരിക്കലും കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും സുന്നത്തിനെ ജീവിപ്പിക്കലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, അവർക്ക് ആവശ്യമുണ്ടായിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, അത് ആ പാത പിൻപറ്റുന്ന സഹാബികളുടെ പാത പിൻപറ്റുന്ന, അവർ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു മുസ്ലിം സമൂഹത്തിന് ആവശ്യമില്ലാത്തതാണ്. സഹോദരങ്ങളെ, ഒരു തെളിവ് പോലും നമുക്കതിൽ ലഭിക്കില്ല. ഇമാം ശൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, لم أجد إلى الآن دليلا يدل على ثبوته من كتاب والسنة ولا إجماع ولا قياس ولا استدلال. ഞാൻ ഇന്നേ വരെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ, അദ്ദേഹം പറയാൻ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉലമാക്കളുടെ ഇജ്മാഇൽ നിന്നോ ഖിയാസിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു തെളിവിൽ നിന്നോ നബിദിനാഘോഷം എന്നുള്ള ഈ കാര്യത്തിനുള്ള സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ബൽ അജ്മഅൽ മുസ്ലിമൂന അന്നഹു ലം യൂജദ് ഫീ അസ്രി ഖൈറിൽ ഖർനി വലല്ലദീന യലൂനഹും. എന്നാൽ മുസ്ലിമീങ്ങളെല്ലാം
ഇത് ആഘോഷിക്കുന്നവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മുൻഗാമികളിൽ സ്വഹാബികളിലോ താബിഈങ്ങളിലോ ഈ കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് തുടങ്ങിയത്? ഹിജ്റ 4-ാം നൂറ്റാണ്ടിന് ശേഷം, അതിനുശേഷം റാഫിളുകളായിട്ടുള്ള ഇസ്ലാമിന്റെ അകത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള റാഫിളുകളിൽപ്പെട്ട ഉബൈദിയാക്കൾ അവർ ആരംഭിച്ച ഒരാഘോഷമായിരുന്നു നബിദിനാഘോഷം എന്നുള്ളത്. അത് പിന്നീട് ഇസ്ലാമി ലോകത്തിലേക്ക് വ്യാപിച്ചു കയറിയതാണ്. അതിന് യാതൊരു പ്രമാണവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനോട് യോജിക്കുക എന്നുള്ളത്, അതിനോട് ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, സഹാബികളുടെ പാത പിൻപറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഇനി സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നബിദിനാഘോഷം എന്നതിന്റെ പേരിൽ എന്തെല്ലാം തിന്മകളാണ് നമ്മുടെ നാടുകളിൽ നടമാടുന്നത്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുക എന്ന പേരിൽ പാട്ടും കൂത്തുമായി ആടി തകർത്തുകൊണ്ട് റോട്ടിലൂടെ മുസ്ലിം ചെറുപ്പക്കാർ ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ അറബി വേഷം ധരിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി ഇത് നബിയോടുള്ള സ്നേഹമാണെന്ന് പറയുക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ സ്ത്രീ പുരുഷ കൂടിക്കലരുകളും അതുപോലെ തന്നെ ഹറാമായ രീതിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കുന്ന മൗലീദിന്റെ വരികൾ പാരായണം ചെയ്തുകൊണ്ട് അത് ആഘോഷമാക്കി ഒരു മുസ്ലിമിന് ചെയ്യാൻ സാധിക്കുക? ഇല്ല. ഇതൊരു ഇസ്ലാമിന്റെ അടയാളമല്ല, ഇതൊരു മുസ്ലിം ചെയ്യേണ്ട കാര്യമല്ല, ഒരു മുസ്ലിം അകന്നു നിൽക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ വേണം. സ്വഹാബികൾ എങ്ങനെയാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അതുപോലെയായിരിക്കണം നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിലേക്ക് അടുപ്പം നേടിത്തരുന്നതിൽ റബീഉൽ അവ്വൽ 12-ന് ഒരാഘോഷം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്താണ്, അത് വലിയ അപകടമാണ്.